നമസ്കാരം, എൻ്റെ പേര് ഗ്രീഷ്മ. സിവിൽ ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിർമ്മാണ രംഗത്ത് ഉപയോഗിച്ചു വരുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AAC ബ്ലോക്സിനെ കുറിച്ചാണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവായി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഓട്ടോക്ലേവ്ഡ് എയറേറ്റഡ് കോൺക്രീറ്റ് അഥവാ AAC ബ്ലോക്സ്. AAC ബ്ലോക്സിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1920 ഒരു സ്വീഡിഷ് ആർക്കിടെക്റ്റായ ജൊഹാൻ എറിക്സൺ ആണ് ഇത് കണ്ടുപിടിച്ചത്. 20-ാം നൂറ്റാണ്ടിൽ നിർമ്മാണ മേഖലയിലെ ഏറ്റവും സുപ്രധാന കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു. AAC ബ്ലോക്സ് നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്ലൈ ആഷ്, ലൈം, OPC അഥവാ ഓർഡിനറി പോർട്ട്ലൻഡ് സിമൻറ്റ്, ജിപ്സം, അലൂമിനിയം പൗഡർ. അടുത്തതായി AAC ബ്ലോക്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്പർ 1, ലൈറ്റ് വെയ്റ്റ്. കൺവെൻഷണൽ ബ്രിക്സിനെ അപേക്ഷിച്ച് 2.5 മടങ്ങ് ലൈറ്റ് വെയ്റ്റ് ആണ് AAC ബ്ലോക്സ്. എന്നാൽ ബ്രിക്സിൻ്റെ അതേ സ്ട്രെങ്ത്തും AAC ബ്ലോക്സിനുണ്ട്. നമ്പർ 2, റെഡ് ബ്രിക്സിനെ അപേക്ഷിച്ച് AAC ബ്ലോക്സിന് കൂടുതൽ തെർമൽ ഇൻസുലേഷൻ, സൗണ്ട് അബ്സോർപ്ഷൻ കൂടാതെ വൈബ്രേഷൻ റെസിസ്റ്റൻസ് എന്നിവ ഉള്ളവയാണ്. നമ്പർ 3, തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നും ലഭിക്കുന്ന ബൈ പ്രൊഡക്റ്റായ ഫ്ലൈ ആഷ് ആണ് ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു വരുന്നത്. ബേണിംഗ് പ്രോസസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ബിൽഡിംഗ് മെറ്റീരിയലായി കണക്കാക്കുന്നു. നമ്പർ 4, AAC ബ്ലോക്സ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭിത്തികൾക്ക് പ്ലാസ്റ്ററിംഗ് പ്രോസസ്സ് ആവശ്യമായി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിൻ്റെ പ്ലാസ്റ്ററിംഗ് കോസ്റ്റ് നമുക്കിവിടെ സേവ് ചെയ്യാവുന്നതാണ്. നമ്പർ 5, കൺവെൻഷണൽ ബ്രിക്സിനെ അപേക്ഷിച്ച് AAC ബ്ലോക്സിൻ്റെ സൈസ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ജോയിൻസിൻ്റെ എണ്ണവും കുറയുന്നു. ഇത്തരത്തിൽ ജോയിൻസിൻ്റെ എണ്ണം കുറയുന്നത് മൂലം നമുക്ക് ആവശ്യമായി വരുന്ന സിമൻറ്റ് മോട്ടറിൻ്റെ അളവ് താരതമ്യേന കുറയുന്നു. ഇതുവഴി നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് സേവ് ചെയ്യാവുന്നതാണ്. അടുത്തതായി AAC ബ്ലോക്സ് ഏതൊക്കെ സൈസിലാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ എന്ന് നമുക്കൊന്ന് നോക്കാം. 60x20x10 cm, 60x20x15 cm, 60x20x20 cm. ഇവിടെ വിഡ്ത്തിന് മാത്രം ഡിഫറൻസ് വരുന്ന വിധത്തിലാണ് ഇതിൻ്റെ സൈസസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതായി നമുക്ക് AAC ബ്ലോക്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്ന് നോക്കാം. നമ്പർ 1, AAC ബ്ലോക്സിൻ്റെ ഇൻസ്റ്റലേഷന് ശേഷം അവയിൽ ക്രാക്സ് വീഴുന്നതായി കാണാറുണ്ട്. ഇത് കൂടുതലും വെറ്റ് ബ്ലോക്സ് ഉപയോഗിക്കുമ്പോഴാണ് സംഭവിക്കാറ്. നമ്പർ 2, ബ്രിറ്റിൽനെസ്. കൺവെൻഷണൽ ക്ലേ ബ്രിക്സിനെ അപേക്ഷിച്ച് ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടവയാണ്. കാരണം ഇതിൻ്റെ ബ്രിറ്റിൽ നേച്ചർ കൊണ്ട് തന്നെ താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക്